മന്ത്രി എം.പി. രാജേഷിനെ നിയമസഭാ ചട്ടം ബോധ്യപ്പെടുത്തി സ്പീക്കർ എ.എൻ. ഷംസീർ. അടിയന്തര പ്രമേയ മറുപടി പ്രസംഗ സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കാൻ അവസരം ഒഴിഞ്ഞുകൊടുത്തതിലാണ് സ്പീക്കറുടെ ഇടപെടൽ. ചെയർ അറിയാതെ മറ്റ് സഭാംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്താൽ മൈക്കിനി കിട്ടില്ലെന്ന് മന്ത്രിയോട് സ്പീക്കർ പറഞ്ഞു. ക്ഷമയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടെന്നീസ് കളിയല്ലെന്നും എല്ലാ സഭാംഗങ്ങളും ഇത് ശ്രദ്ധിക്കണമെന്നും റൂളിംഗ് നൽകി. ാതെ അംഗങ്ങൾ പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുകയാണ്. ഇനി സാർ, ഇവിടെ വളരെ സംഘടിതമായ ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ റൂട്ടുണ്ട്. വളരെ താഴത്തെ തലത്തിൽ പ്രവർത്തിക്കുകയാണ്. മിനിസ്റ്റർ, ഒരു മിനിറ്റ്. ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എല്ലാ അംഗങ്ങൾക്കുള്ള ഒരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സുനിഷ അയ്യല്ലൂർ. എം.പി. രാജേഷും ആ ചെയർ അതിന്റെ മര്യാദകളൊക്കെ അറിയാവുന്ന ആളാണ്. മൈക്ക് കൈമാറിയാൽ പിന്നെ കിട്ടില്ല എന്നുള്ളൊരു റൂളിംഗ്, ഇത് സാധാരണഗതിയിൽ കാണാത്ത രീതിയിലുള്ള ഒരു റൂളിംഗിലേക്ക് പോവുകയായിരുന്നോ ഇന്ന്? സുജയ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകാനായി എഴുന്നേറ്റ് നിന്നതായിരുന്നു മന്ത്രി. മറുപടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന് മറുപടി നൽകാനായി എത്തുകയും ചെയ്യുന്നത്. ഈ മറുപടി നൽകുന്നതിനിടയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ് മറുപടി നൽകുന്നു. അതിനിടയിൽ എം.പി. രാജേഷ് ഇരുന്ന് അതിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് സ്പീക്കർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ചട്ടം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതായത് സ്പീക്കറുടെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ പ്രതിപക്ഷം പറയുന്നതിന് അവസരം കൊടുക്കുകയാണെങ്കിൽ മന്ത്രിക്ക് മൈക്കിന് നൽകില്ല എന്നതായിരുന്നു സ്പീക്കർ പറയുകയും ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷമ ചോദിക്കുന്നു, ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇനി ക്ഷമ ചോദിക്കേണ്ട ആവശ്യമല്ല ഇതിലുള്ളത്. പകരം എല്ലാ സഭാംഗങ്ങളും ഇത് പാലിക്കണം എന്നുള്ളതായിരുന്നു, ഇത് നിർദ്ദേശമായി തന്നെ കാണണമെന്നുള്ളതായിരുന്നു സ്പീക്കർ പറയുകയും ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ സ്പീക്കർ പറയുന്നുമുണ്ട്, ഇത് ടെന്നീസ് കളിയല്ല. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും പറയുന്നത് അടുത്തടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാൻ ഇതൊരു ടെന്നീസ് കളിയല്ല എന്നതുകൂടി സ്പീക്കർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുന്നത്. ഇത്തരമൊരു ഈ ഗൗരവമേറിയ വിഷയമായതുകൊണ്ടും മുതിർന്ന സഭാംഗം പറയുന്നത് കൊണ്ടുമാണ് താൻ ഇങ്ങനെ ഒരു അവസരം നൽകിയത് എന്നതാണ് മന്ത്രി എം.പി. രാജേഷ് പറയുന്നത്. ഇനി സ്പീക്കറുടെ അനുമതിയില്ലാതെ അനുവാദമില്ലാതെ ഇത്തരത്തിൽ അവസരം കൊടുക്കില്ല, പ്രതിപക്ഷത്തിന് അവസരം കൊടുത്തുകൊണ്ട് മാറി നിൽക്കില്ല എന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അപ്പോഴാണ് സ്പീക്കർ ഇതിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഈ ചട്ടപ്രകാരം ഇത്തരത്തിൽ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഇനി ഒരു സഭാംഗത്തിനും ഈ മൈക്ക് കൈമാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കടക്കില്ല എന്നതാണ് ഒരു മുന്നറിയിപ്പായി തന്നെ സ്പീക്കർ നൽകിയിരുന്നത്. മന്ത്രിയെ ചട്ടം ബോധ്യപ്പെടുത്തിയിരിക്കുന്നു സ്പീക്കർ. മൈക്ക് കൈമാറിയാൽ ഇനി മൈക്ക് കിട്ടില്ല, ചെയർ അറിയാതെ മൈക്ക് അങ്ങനെ കൈമാറേണ്ട എന്നാണ് സ്പീക്കർ പറഞ്ഞതിന്റെ ചുരുക്കം.